ദൈന്യതയുടെ 200 ദിവസങ്ങൾ പിന്നിട്ടു. 36,000 പച്ച മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 38,000 വീടുകൾ തകർക്കപ്പെട്ടു. 412 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 556 മസ്ജിദുകൾ, 3 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, 206 പൈതൃക സ്ഥാപനങ്ങൾ, 32 ആശുപത്രികൾ, 53 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, 126 ആംബുലൻസുകൾ എന്നിവയെല്ലാം തകർക്കപ്പെട്ടവയിലുള്ളതാണ്. തകർക്കപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളും മറ്റു വാഹനങ്ങളും കൃഷിസ്ഥലങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വേറെ. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടവരും അംഗപരിമിതമാക്കപ്പെട്ടവരും ഏറെ. 200 ദിവസം നീണ്ടുനിന്ന ഇസ്രയേലിൻ്റെ ഫലസ്തീൻ വംശഹത്യയുടെ ലഭ്യമായ കണക്കുകൾ ഇങ്ങനെയാണ്. 75,000 ടൺ സ്ഫോടക വസ്തുക്കൾ ആ നിസ്സഹായരായ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രയേൽ എന്ന ചകുത്താൻ രാഷ്ട്രം ഉപയോഗിച്ചു കഴിഞ്ഞു. എങ്ങും കണ്ണീരിൻ്റെ കഥകൾ മാത്രം. എപ്പോഴോ വിമാനങ്ങളിൽ പാരച്യൂട്ടുകളിൽ ഇറങ്ങുന്ന ഭക്ഷണപ്പൊതികളിൽ മാത്രമാണ് ഇവരുടെ ആശ്വാസം. ആ വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭക്ഷണമാണോ അല്ല കൊല്ലപ്പെടുവാനുള്ള ബോംബാണോ എന്നറിയാതെ ഭയപ്പെട്ട് എങ്കിലും ഓടിയെത്തുന്ന ഒരു ജനത. ആ ജനതയുടെ ദൈന്യതയ്ക്ക് ലോകത്തിന് മുൻപിൽ ഒരു വിലയുമില്ല. ചർച്ചകളും പ്രമേയങ്ങളുമല്ലാതെ 38,000 മനുഷ്യജീവൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനവും ആയിട്ടുമില്ല. മാനവികത മരിച്ച, മനസാക്ഷി മരിച്ച ലോകത്തിന് മുൻപിൽ ചോദ്യമുയരുമ്പോൾ ഇതാ അടുത്ത ബോംബിംഗ് കേന്ദ്രങ്ങളുടെ പ്ലാൻ വരക്കുകയാണ് ഇസ്രയേൽ. യുദ്ധം തുടങ്ങിയ ആദ്യ നാളുകളിൽ എല്ലാവരും റഫേൽ അഭയം പ്രാപിക്കണമെന്നായിരുന്നു ഇസ്രയേലിൻ്റെ നിർദ്ദേശം. റഫേൽ ഇപ്പോൾ 14 ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർക്കുകയാണ്. ആ റഫ ആക്രമിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. കൂടുതൽ ബറ്റാലിയനുകൾ ഗാസയിൽ എത്തിക്കഴിഞ്ഞു. സേനാവിന്യാസം അവസാന ഘട്ടത്തിലാണ്. റഫയെ ആക്രമിക്കരുതെന്ന് ലോകം മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇസ്രയേൽ സയണിസ്റ്റ് ജൂത സൈന്യം മുന്നോട്ട് തന്നെയാണ്. 2 താവളങ്ങളിലായി 800-ലേറെ സൈനികരുള്ളതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടക്കൻ അതിർത്തിയോട് ചേർന്ന് 120 കവചിത വാഹനങ്ങളും നർച്ചവാം മരുഭൂമിക്കരികിൽ 700 സൈനിക വാഹനങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. റഫയെ ആക്രമിക്കരുതെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇതിനിടയിലും $2,600 കോടി സൈനിക സഹായവും 2 ലക്ഷം കോടിയിലേറെ വില വരുന്ന ആയുധ കൈമാറ്റവും അമേരിക്ക ഇസ്രയേലിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ഈ ആയുധങ്ങൾ ഗസക്ക് മേലല്ലാതെ മറ്റെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാകവേ റഫ ചുട്ടരിക്കപ്പെടും എന്ന് ഉറപ്പാണ്. ആ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് കൈകൾ ഉയർത്താം. ഗസയെ കൊന്നൊടുക്കാൻ, റഫയെ ആക്രമിക്കാൻ ഇസ്രയേൽ കോപ്പുകൂട്ടുന്ന അവസരത്തിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം വലിയ പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത്. ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസക്കാർ കഴിയുന്നത് ചെറിയ ടെൻറ്റുകളിലാണ്. ആ ടെൻറ്റുകൾ യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്തൊരുക്കിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ അമേരിക്കയിൽ അരങ്ങേറുന്നത്. കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ മറ്റ് സർവകലാശാലകളിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട്. വലിയ അറസ്റ്റും പോലീസ് നടപടികളും നടക്കുന്നുണ്ടെങ്കിലും കാട്ടുതീ പോലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിലേക്കും നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കും പ്രക്ഷോഭം പടരുകയാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധിച്ച 100 കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും സമാന സാഹചര്യമാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ പഠന മുടക്കം ഉൾപ്പെടെ തുടരുകയാണ്. ഇങ്ങനെ ലോകം തെരുവിലും നഗരങ്ങളിലും പ്രതിഷേധിക്കുമ്പോഴും ഇസ്രയേലിൻ്റെ ബോംബർ വിമാനങ്ങൾക്ക് ഇപ്പോഴും വിശ്രമം വന്നിട്ടില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.